Hi guys, Technical Browser ലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ സ്പീഡിന്റെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവും. അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. നിങ്ങൾക്ക് എങ്ങനെ സ്പീഡ് കൂട്ടാം, എങ്ങനെ കംപ്രസ് ചെയ്യാമെന്നൊക്കെയാണ് ഇപ്പോൾ ഗൈസ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനിപ്പുറത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ് ഫസ്റ്റ് ട്രിക്ക് എന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ നിങ്ങളുടെ ബിഗ് ഫയൽസ് ഒക്കെ, അതായത് നിങ്ങളിപ്പോൾ ഒരു വീഡിയോ ഈ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരു 200 MB 300 MB ഒക്കെ ഉണ്ടാവും. ആ 300 MB 200 MB ഒക്കെ നിങ്ങൾക്ക് കംപ്രസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു 90 MB ഒരു 80 MB അങ്ങനത്തെ MBയിലേക്ക് ഒരു ക്ലാരിറ്റിയും കുറയാതെ തന്നെ നിങ്ങൾക്ക് ആക്കാമെന്നാണ് ഇപ്പോൾ ആദ്യം കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, ഞാൻ കംപ്രസ് ചെയ്യാൻ വേണ്ടി വീഡിയോ പാണ്ട എന്ന് അവിടെ കാണാം, ആ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത്. ഞാൻ ഈ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഗൈസ്, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഒരു നല്ലൊരു ആപ്ലിക്കേഷനാണ്. ഇപ്പോൾ ഓപ്പൺ ചെയ്യുകയാണ് ഗൈസ്. ഇവിടെ നിങ്ങൾക്ക് എൻ്റെ കുറച്ച് വീഡിയോസും ഫയൽസൊക്കെ കാണാം. അപ്പോൾ ഞാൻ കുറച്ച് സ്ക്രോൾ ചെയ്തിട്ട് ഇവിടെ ഞങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഞാൻ ഇപ്പോൾ സെലക്ട് ചെയ്യുന്നുണ്ട്, മാർക്ക് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഞാൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒരു നെക്സ്റ്റ് ബട്ടൺ ഉണ്ടാവും, ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് കാണാം ഗൈസ്. സ്മോൾ ഫയൽസ്, മീഡിയം ഫയൽസ്, ലാർജ് ഫയൽ. ഞാൻ ഇവിടെ ലാർജ് ഫയലാണ് ഇപ്പം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഗൈസ്, ഈ കമ്പ്യൂട്ടറിൽ കംപ്രസ് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് ഇവിടെ ഈ മൊബൈലിൽ നിങ്ങൾക്ക് കംപ്രസ് ചെയ്യാൻ പറ്റില്ല ഗൈസ്. കാരണം ഈ കമ്പ്യൂട്ടറിൽ പല ഫീച്ചേഴ്സൊക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ കുറച്ച് ഒറിജിനൽ ആപ്ലിക്കേഷനായിട്ട് വീഡിയോസായിട്ട് കിട്ടും. പക്ഷേ ഞാൻ ഈ ഫോണിലായതുകൊണ്ട് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടാകും ഗൈസ്. അപ്പോൾ ഞാൻ ഇവിടെ ലാർജ് ഫയൽ കൊടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ കുറച്ചും കൂടി ഒരു ഒറിജിനൽ വീഡിയോ പോലെ കിട്ടും. ഇവിടെ നിങ്ങൾക്ക് താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്ക് കുറേ റെസൊല്യൂഷൻസ് ഉണ്ടാവും. ഞാൻ ഇപ്പോൾ ഈ വീഡിയോൻ്റെ റെസൊല്യൂഷൻ ഇവിടെ കാണുന്നുണ്ടാവും. 614x360 എന്നാണ് എൻ്റെ റെസൊല്യൂഷൻ. ഞാൻ അതാണ് ഇപ്പോൾ ഇതിൽ കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണ്ട റെസൊല്യൂഷൻ കൊടുക്കുക. ഞാനിപ്പോൾ ഇതിൻ്റെ വീഡിയോൻ്റെ ക്ലാരിറ്റി റെസൊല്യൂഷൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു 100% ആയാലാണ് നിങ്ങൾക്ക് കംപ്രസ് ചെയ്യും. അപ്പോൾ ഗൈസ്, ഇവിടെ കംപ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഗൈസ്. ഇപ്പോൾ അവിടെ കമ്പയർ എന്ന് കാണാം. നിങ്ങൾക്ക് കമ്പയറൊക്കെ 2 വീഡിയോസ് ഉണ്ടാവും. മുകളിലത്തേത് കംപ്രസ് ചെയ്തതാണ്, ഇത് ഇപ്പം മാർക്ക് ചെയ്തത് ഒറിജിനലും, രണ്ടാമത് കംപ്രസ് ചെയ്തത്. നിങ്ങൾക്ക് മുകളിൽ തന്നെ കാണിച്ചിട്ടുണ്ടാകും, അവിടെ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടാവും. ഞാനിപ്പോൾ ഒറിജിനലാണ് കാണിച്ചു തരുന്നത്. കണ്ടോ ഗൈസ്, ഒറിജിനലാണിത്. ഇത് അതിൻ്റെ മുമ്പ് ചെയ്ത വീഡിയോൻ്റെ ഒരു വീഡിയോ ആണ് ഗൈസ്. നിങ്ങൾക്ക് കാണാം ഗൈസ്, നല്ലൊരു ഒത്ത ക്ലാരിറ്റി ഉണ്ട് ഗൈസ്. ഇപ്പോൾ രണ്ടാമത് ഞാൻ കംപ്രസ് ചെയ്ത് കാണിച്ചു തരാം ഗൈസ്. ഗൈസ്, നിങ്ങൾ നോക്കൂ, ഒരു മാറ്റമില്ല ഗൈസ്. കുറച്ചൊരു ക്ലാരിറ്റി കുറവുണ്ടാവും. മൊബൈലായതുകൊണ്ട് തന്നെ മതിയായിരിക്കും, ഒരു നല്ല ക്ലാരിറ്റി കിട്ടില്ല ഗൈസ്. കമ്പ്യൂട്ടറൊക്കെ ആണെങ്കിൽ കിട്ടുമായിരിക്കും ഗൈസ്. മൊബൈലായതുകൊണ്ട് അത്ര സമയമായിട്ട് കിട്ടില്ല ഗൈസ്. എന്നാലും ഏകദേശം നല്ല കിട്ടലും പോലെ കമ്പയർ ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ്, ആ ആപ്പ് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കുറയാതെ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി പോലും കുറയാതെ തന്നെ നിങ്ങൾക്ക് അതിൽ നിന്നും നിങ്ങൾക്ക് കംപ്രസ് ചെയ്യാവുന്നതാണ്. അടുത്ത ട്രിക്ക് എന്ന് വെച്ചാൽ നിങ്ങൾ മൊബൈൽ ഡാറ്റ ഉപയോഗിക്കുന്ന കാരണം നിങ്ങൾക്ക് വൈഫൈ ഉപയോഗിക്കുക. കാരണം നിങ്ങൾക്ക് വൈഫൈയിൽ കുറച്ചുകൂടി സ്പീഡ് അധികമായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ വൈഫൈ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ഡയറക്റ്റായിട്ട് നിങ്ങൾ ഈ അഡാപ്റ്ററൊക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഡയറക്റ്റായിട്ട് വൈഫൈയുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഫോണിൽ കൂടി കയറ്റുക. അതാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി സ്പീഡ് കിട്ടും ഗൈസ്. അപ്പോൾ അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് വെച്ചാൽ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്നതാണ്. നിങ്ങൾ യൂട്യൂബ് അല്ലെങ്കിൽ വാട്സപ്പും ഇൻസ്റ്റാഗ്രാമൊക്കെ നിങ്ങൾ ഓപ്പൺ ചെയ്തുകൊണ്ടാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡൗൺലോഡ് സ്ലോ ആയിരിക്കും ഗൈസ്. കാരണം നിങ്ങൾ അത് മറ്റൊന്നിലേക്ക് പോകുമ്പോൾ സ്ലോ ആയിപ്പോകും ഗൈസ്. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണം ഗൈസ്. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു ലൈക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ടച്ച് മാത്രമായിരിക്കും, പക്ഷെ ഞങ്ങൾക്ക് വലിയൊരു കാര്യമാണ് ഗൈസ്. നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ.